ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വില്ലകളാണ്. 8 വില്ലകളാണ് ഈ ഒരൊറ്റ പ്രൊജക്റ്റിൽ വരുന്നത്. ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് അടുത്ത് മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കാണുന്ന 8 വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 800 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഒരുപാട് വലിയ പ്രൈസ് റേഞ്ച് ഒന്നും അല്ലാതെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇന്ന് നമ്മൾ ഈ വില്ലകളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താമസിക്കാനുള്ള ആവശ്യത്തിനും NRIസിനാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിടാനും ഒക്കെ നല്ല ഒരു ലൊക്കാലിറ്റി തന്നെയാണിത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് അടുത്ത് മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ആക്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കാക്കനാട് കളക്ടറേറ്റ് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് 13 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് ലുലു മാളിന്റെ സൈഡിലേക്കൊക്കെയാണ് പോകണമെങ്കിൽ 15 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 16 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വെറും 16 കിലോമീറ്റേഴ്സ് ആണ് ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, NRIസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന സമയത്തൊക്കെ ഇവിടെ താമസിക്കാനായിട്ടും ഒക്കെ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലമാണ്. ബ്ലോക്കോ കാര്യങ്ങളോ ഇല്ലാത്ത റോഡുകളാണ്. ഇവിടേക്ക് നമുക്ക് ഈസി ആക്സസ് ആണ് ഇവിടെ നിന്നുള്ളത്. ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ നമുക്ക് 8 വില്ലകളാണുള്ളത്. എല്ലാം തന്നെ സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള എലിവേഷനോട് കൂടിയിട്ട് എല്ലാ വില്ലകളിലും തന്നെ നമുക്ക് 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണിക്കുന്ന വില്ലകളിൽ 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും വില്ലകളുണ്ട്. അതിന് രണ്ടിനും പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. അതുപോലെ ലാൻഡ് അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 4 സെന്റ് തുടങ്ങി 4.6 സെന്റ് വരെയുള്ള ലാൻഡ് അളവുകളിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ ഷോർട്ട് 4 സെന്റിനും 5 സെന്റിനും ഇടയ്ക്കുള്ള ലാൻഡ് അളവുകളിലാണ് ഈ കാണുന്ന വീടുകൾ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1600നും 2000നും ഇടയ്ക്കാണ് സ്ക്വയർ ഫീറ്റുകൾ വരുന്നത്. അപ്പൊ 3 ബെഡ്റൂം ആവുന്നതനുസരിച്ച് വ്യത്യാസം വരും. എങ്ങനെ പോയാലും എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മിനിമം 4 സെന്റാണ് നമുക്ക് ഇവിടെ ഓരോ വീടുകളും വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, 4 സെന്റിലൊക്കെ 3 ബെഡ്റൂമിന്റെ വീടുകൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലാവിഷ് ആയിട്ട് തന്നെയാണ് സ്ഥലം കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ വില്ലകളുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞു 800 മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ ഈ മെയിൻ റോഡിലായിട്ട് നമുക്ക് കാണാം അവിടെ ഒരു വലിയ ഗേറ്റഡ് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വില്ലകളിലേക്ക് മാത്രമാണ്. നമുക്ക് അവിടെ ഒരു ഗേറ്റും കാണാം. അപ്പോൾ ഇതൊരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന വില്ലകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ വില്ലകളുടെ അകത്തേക്ക് വരുന്ന റോഡ് നോക്കിയാൽ കാണാം ഇന്റർലോക്കിംഗ് ടൈലൊക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വഴി എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കൺജഷൻ ഇല്ലാതെ വണ്ടികൾക്കെല്ലാം പാസ് ചെയ്ത് പോകാവുന്ന ആ ഒരു സ്പേസ് നമുക്ക് ഈ കാണുന്ന ഇന്റർലോക്കിംഗ് വിരിച്ച റോഡുകളിലൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഈ വില്ലകളുടെ എല്ലാം എലിവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡലിലൊക്കെയാണ് ഇതിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാ വില്ലകളും തന്നെ സെപ്പറേറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാൾ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗേറ്റ് വെച്ചിട്ടില്ല. ഗേറ്റ് ഇല്ലാതെ ഓപ്പൺ വില്ല കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഓരോ കോമ്പൗണ്ടുകളും അവർ സെപ്പറേറ്റ് ആയിട്ട് വോൾ വെച്ചിട്ട് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്.
ഈ കാണുന്ന വില്ലകൾ, ഓരോ വില്ലകളും ഇതിനകത്ത് ചിലതൊക്കെ 4 ബെഡ്റൂമിൻ്റെ ഉണ്ട്, ചിലത് 3 ബെഡ്റൂമിൻ്റെ വില്ലകളുമാണ് ഉള്ളത്. നമുക്കിന്നൊരു 3 ബെഡ്റൂമിൻ്റെ വില്ലയാണ് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 3 ബെഡ്റൂമിൻ്റെ വില്ല എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് താഴെ ഒരു ബെഡ്റൂം ആയിരിക്കും ഉണ്ടാവുക, ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ മുകളിലാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 4 ബെഡ്റൂമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് താഴെ 2 ബെഡ്റൂം കിട്ടുന്നുണ്ട്, മുകളിൽ 2 ബെഡ്റൂമുമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ കാണുന്ന ഒരു വില്ല തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇതൊരു 3 BHK വില്ലയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് 4 സെന്റ് വരുന്ന ലാൻഡിലാണ് ഓരോ വില്ലകളും അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 സെന്റ്, 4.2, 4.5 അങ്ങനെ ഓരോരോ ലാൻഡ് അളവുകളിലായിട്ടാണ് വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ഇതൊരു റിക്വസ്റ്റ് ആണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. നമ്മുടെ ഈ ഒരു വില്ല ഇന്ന് പരിചയപ്പെടുന്ന ഒരു 3 BHK വില്ലയാണ്. അപ്പോൾ ഇതിൻ്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു, നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പ് വരുന്നുണ്ട്, A കാറ്റഗറി വരുന്നുണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസ് നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ബാൽക്കണിയൊക്കെ നോക്കിയാലും കാണാൻ ഭംഗിയുള്ള വർക്കുകളാണ്. അതുകൂടാതെ കുറച്ച് ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ വിൻഡോസിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവർ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ്റുമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്തേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് വളരെ വലിയ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ മെയിൻ കാർ പോർച്ച് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇത് ഒരു കവേർഡ് കാർ പോർച്ചാണ്. നമുക്ക് ഇവിടെ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഇന്നോവ പോലുള്ള ഒരു വലിയ വാഹനത്തെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടോട്ടലി 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഓരോ വില്ലകളിലും ഇവിടെ കിട്ടുന്നത്. നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വലിയ റൗണ്ട് കിണറാണ്. അവർ സ്പേസ് ലാഭിക്കാനായിട്ട് സൈഡ് മാത്രം ഒന്ന് കുറച്ച് ഭാഗം കെട്ടി ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു വിൻറ്റേജ് ലുക്ക് തോന്നിക്കുന്ന ഒരു കിണറാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ കൂടുതൽ വീഡിയോസും ചെയ്യുന്നത് ഈ കാണുന്ന കിഴക്കൻ സൈഡാണ്. പുക്കാട്ടുപടി ഭാഗങ്ങളോടൊക്കെ വരുമ്പം ഇവിടുത്തേക്ക് വെള്ളം വളരെ നല്ല വെള്ളം തന്നെയാണ് നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനായിട്ട് കിട്ടുന്നത്. ഇവിടെ വെള്ളത്തിന് ഈ ഒരു ഇത് കൂടാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറാണ്. അപ്പോൾ ഈ 2 വാട്ടർ ഫെസിലിറ്റികളാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കാർ പോർച്ചും ഈ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണുകയാണെങ്കിൽ അവർ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് അത് നമുക്ക് നനയ്ക്കാത്തത് കൊണ്ടൊക്കെയാണ് ജസ്റ്റ് പുല്ലെല്ലാം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി നിൽക്കുന്നുണ്ട്. ഈ ഒരു പാസേജിൻ്റെ ഭാഗങ്ങളൊക്കെ അവർ വേറൊരു ടൈപ്പ് ഓഫ് ടൈലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡ് ലാസ്റ്റ് എൻഡൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നത് പോലെ പ്രോപ്പറായിട്ടുള്ള വാട്ടറിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ അത് ഡ്രൈ ആയി നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് അവർ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പകുതി ഭാഗം വരെയാണ് അവർ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴികളെല്ലാം തന്നെ അവർ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ അവർ വഴി ചെയ്തിരിക്കുന്നത്. നല്ല വിഡ്ത്തായിട്ട് 2-3 പേർക്കൊക്കെ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീടിൻ്റെ സൈഡും ബാക്ക് സൈഡും എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ അവർ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നല്ല സൗകര്യമാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള ആ പുറത്തേക്കുള്ള വഴിയാണ് കാണുന്നത്. വർക്ക് ഏരിയ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ബിൽഡറോട് പറഞ്ഞ് അതും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കറങ്ങി നമ്മളിപ്പം ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും സൈഡിലും എല്ലാം തന്നെ നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ കാണുന്ന വില്ല ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലൂടെ കറങ്ങി വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു വീടിൻ്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ കണ്ടു. തിരിച്ച് ഇതിൻ്റെ കാർ പോർച്ചിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വീടിന്റെ ദർശനം വരുന്നത് നോർത്ത് സൈഡിലേക്കാണ്, വടക്കു ഭാഗത്തേക്കാണ് ഈ കാണുന്ന വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള 8 വില്ലകളും ഓരോ വില്ലകളും പല പല സൈഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് മാത്രമാണ് വടക്കു ഭാഗത്തേക്ക് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള വില്ലകളൊക്കെ വെസ്റ്റിലേക്കും അതുപോലെ തന്നെ ഈസ്റ്റിലേക്കും ഒക്കെ പല പല സൈഡുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന വീടുകളാണ്. കാരണം സൈഡ് മാറുന്നതിനനുസരിച്ചും വീടുകൾ അവർ ചെയ്തിരിക്കുന്നതൊക്കെ അങ്ങനെ പല പല ഫേസിംഗ് ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു
വീടിന്റെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് ഒരു 2-3 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു കാർ പോർച്ചിന്റെ ഒക്കെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വീടിനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ വീടിന്റെ എലിവേഷൻ കണ്ട ടൈമിൽ നിങ്ങൾ കണ്ടു കാണും വീടിന്റെ ചുറ്റിനും അത്യാവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിന്റെ പില്ലറും നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു പില്ലറൊക്കെ നോക്കിയാലും കാണാം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് അവർ ഹാഫ് പോർഷൻ വരെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ് നമുക്ക് 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ 2 പീസ് ആയിട്ടാണ് ഡോർ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ടൈലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്യോർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് വരുന്ന ഷെയ്ഡാണ് ടൈലിന് അവർ കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് വിൻഡോസ് കാണാം, ഇവിടെയും വിൻഡോസ് കാണാം. ഈ വിൻഡോസ് ഒക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ വിൻഡോ വേണമെങ്കിൽ ചെറുത് തുറക്കാം, വലുത് വേണമെങ്കിൽ വലുത് തുറക്കാം. അങ്ങനെ പല പല പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അളവുകളിലാണ് ഈ കാണുന്ന വിൻഡോസ് എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അവർ തന്നിരിക്കുന്നത്. TV യൂണിറ്റ് അത്യാവശ്യത്തിന് താഴെ കുറച്ച് വുഡിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് വുഡിന്റെ ഒരു വർക്കുകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ ഒരു ലിവിംഗ് ഏരിയയുടെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ റൂഫിൽ ഭംഗിയായിട്ടുള്ള വർക്കുകൾ, ഒരുപാട് വർക്കുകൾ അനാവശ്യമായിട്ട് ചെയ്യാതെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളും അവർ ഫാൻ ഫിറ്റിംഗ്സ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ഭംഗിയുള്ള ഷോ ലൈറ്റ്സ് ഒക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വുഡിലാണ്, മൾട്ടി വുഡിന്റെ കുറെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് മുകളിലായിട്ട് 2 ഭംഗിയുള്ള ലൈറ്റുകൾ നമുക്ക് ഹാങ് ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നീളത്തിലുള്ള വലിയ ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഒരു ഡൈനിങ്ങിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടേക്ക് ഒരുപാട് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു 4 വിൻഡോസ്, ഇവിടെ നോക്കുവാണെങ്കിലും കാണാം നിങ്ങൾക്ക് 5 വിൻഡോസ്, ഇവിടെയൊക്കെ ഒരു 3 വിൻഡോസ്. ഒരുപാട് വിൻഡോകളാൽ സമൃദ്ധമായിട്ടാണ് ഈ കാണുന്ന ഡൈനിങ് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വിൻഡോസ് ഒക്കെ തുറന്നിട്ടാൽ നല്ല രീതിയിൽ കാറ്റ് വരാനായിട്ടും വെളിച്ചം വരാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാടൊന്നും ഞാൻ പറഞ്ഞതുപോലെ വാരി വലിച്ചുള്ള ഡിസൈനുകളോ മോഡലുകളോ ഒന്നുമില്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള ഭംഗിയുള്ള വർക്കുകളാണ് ഇതിന്റെ റൂഫിൽ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടു. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ കുറച്ച് ഭാഗം നമുക്ക് കാണാം. അതൊക്കെ അവർ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ കാണുന്ന ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു 3 ബെഡ്റൂമിന്റെ വീടാണ്. അപ്പൊ നമുക്ക് ബെഡ്റൂം ഒക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് വാഷിംഗ് ഏരിയ ആണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ അവർ ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. അതിന് താഴെയുള്ള ഭാഗത്തൊക്കെ ധാരാളം കബോർഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വാഷ് ബേസിൽ ഇരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ ഒരു പീസിലാണ്. മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് പോലെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ചുറ്റിനും ഒരുപാട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. 3 ഡോറുകളൊക്കെ കൊടുത്തിട്ട് ഈ കാണുന്ന എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടാണ് വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ്. ഇതിന്റെ റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറ് കാണുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡലും ഡിസൈനും ഒക്കെ വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടെ താഴെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്.
കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടുള്ള ഒരുപാട് മൾട്ടിവുഡിന്റെ വർക്കുകളാണ് കിച്ചന്റെ എൻട്രൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 ക്രോക്കറി ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ക്ലോസ് ചെയ്യാവുന്ന ക്രോക്കറി ഷെൽഫുണ്ട്. അതുകൂടാതെ ഒരുപാട് ഓപ്പൺ ആയിട്ടുള്ള ക്യാബിൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനിടയിലെല്ലാം LED ലൈറ്റ് ഇളക്കിയിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാലും കാണാം ഒരുപാട് ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു മോൾ ഭാഗത്തായിട്ടും നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്തും ഈ കാണുന്ന ഒരു പോർഷന്റെ അകത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് ഷെൽഫുകളൊക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കിച്ചണിലോട്ട് വരുമ്പോഴും സെയിം ടൈല് തന്നെയാണ് ഫ്ലോറിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ അറ്റ്മോസ്ഫിയർ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് 2 ലെയറിലും താഴെ കംപ്ലീറ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷൻ ആയിട്ട് അവിടെ 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് സിങ്ക് കിട്ടുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് പുറത്തേക്കാണ്. വർക്ക് ഏരിയയുടെ സ്പേസ് ആണ്. നമ്മൾ അവിടെ ഓൾറെഡി കണ്ടതാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമുക്കവിടെ വർക്ക് ഏരിയയുടെ സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഏരിയ ഫ്യൂച്ചറിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കിച്ചണിന്റെ റൂഫ് ഞാൻ പറയാൻ മറന്നുപോയി. അവിടെയും അവർ അത്യാവശ്യത്തിന് ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഒരു ഫാൻ ഫെസിലിറ്റിയും അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഭംഗിയുള്ള ഒരു ലേസർ കട്ട് ഡിസൈനിലുള്ള ഒരു വിൻഡോ കാണാം. നല്ല ഭംഗിയായിട്ടുള്ളൊരു വലിയ ഓപ്പണിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം തന്നെ ഗ്ലാസ് വെച്ച് ടഫിന്റെ ഗ്ലാസ് വെച്ച് അവർ കവർ ചെയ്തിട്ടാണ് സേഫ് ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മുകളിലോട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഷോ ലൈറ്റും കൂടെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തുടങ്ങി മുകളിലേക്ക് റൂഫിലുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലത്തെ പോർഷനിലെത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യത്തിനൊരു വലിപ്പമുള്ള ഹാളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം മുകളിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് കയറി വന്ന വഴിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. താഴെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകളാണ് നമുക്ക് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ 3rd ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ആവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് വിൻഡോസ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന് റൂഫിലാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം അത്യാവശ്യത്തിലുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമുള്ള എല്ലാ ബെഡ്റൂമുകളിലും ഇവിടെ ഫാൻ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള ആ ഒരു സെയിം വുഡിന്റെ അതേ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാർഡ്രോബുകൾ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിനിടയിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിലും കാണാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ടൈലാണ് മുകളിലും താഴെയൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് വലുപ്പം കുറച്ചിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനുള്ള ടൈലാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറുള്ള ടൈലാണ് ഫ്ലോറിലും വോളിലും എല്ലാം തന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് ലൈനും അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്ലഗ് പോയിന്റും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്, അവിടെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെയാണ് നമുക്ക് വലിയൊരു ഹാള് ആക്ച്വലി കിട്ടുന്നത്. നമുക്ക് നമ്മളുടെ അപ്പർ ലിവിങ് ഏരിയ ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിൻഡോസ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മുകളിൽ TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് യൂണിറ്റിനുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് നമ്മളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ പോയിന്റ്സും ഈ ഒരു ഭാഗത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഏരിയ തുടങ്ങി ഈ കാണുന്ന ഹാള് കംപ്ലീറ്റ് ആയിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും ഭംഗിയായിട്ടുള്ളതുമായ വർക്കുകളാണ് റൂഫിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രം വരുന്ന ഔട്ട്ലൈനുകളൊക്കെ ഇട്ടിട്ട് അതിനുള്ളിലെല്ലാം തന്നെ LED സ്ട്രിപ്സ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഹാളിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നല്ല വുഡൻ കളറുള്ള ഫ്രെയിം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം അയൺ ബാറുകളിട്ട് സേഫ് ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇവിടെയായിട്ട് LED ലൈറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഓപ്പണിംഗ് ആണ്. നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ നേരെ താഴെ കാണുന്ന സ്പേസിലേക്ക് ഇറങ്ങാവുന്നതാണ്. താഴെ നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഓപ്പൺ ആയിട്ടാണ് ടെറസിന്റെ അഡീഷണൽ വരുന്ന ഈ ഒരു ബാൽക്കണി സ്പേസ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്താണെങ്കിൽ ഒരു വുഡൻ പോലെയുള്ള ഒരു ടൈലുമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് മോഡലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് ഒരുപാട് വില്ലകളാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 8 വില്ലകളാണ് ഉള്ളത്. ഈ വില്ലകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 സെന്റിലാണ്. അപ്പൊ 3 ബെഡ്റൂമിന്റെ വീടാണെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു 4 സെന്റ് ലാൻഡ് ആണ് കിട്ടുന്നത്. 4 സെന്റിനും 4.6 സെന്റിനും ഇടയ്ക്കാണ് ഇതിനകത്തുള്ള ലാൻഡുകളെല്ലാം തന്നെ വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിലും 1600-നും 2000-നും ഇടയ്ക്കാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ വില്ലകളും തമ്മിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു NRIസിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു ഇൻകം ലഭിക്കുന്നതാണ്. ഇവിടെയൊക്കെ റെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇൻകം ലഭിക്കുന്നതാണ്. നമുക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിലേക്കൊക്കെ ഞാൻ ഓൾറെഡി ദൂരം പറഞ്ഞിരുന്നു, 16 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഈ കാണുന്ന വില്ലകൾക്കെല്ലാം തന്നെ 3 സെന്റിലും 4 സെന്റിലും 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും ഒക്കെ ആയിട്ടാണ് വില്ലകൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീട് വരുന്നത് 4.1 സെന്റിലാണ്. ഇതൊരു 3 BHK വീടാണ്. 1621 1621 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 68 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഇവിടത്തുള്ള എല്ലാ വീടുകൾക്കും തന്നെ 3 ബെഡ്റൂമിന്റെ എല്ലാ വീടുകൾക്കും പ്രൈസ് ഇട്ടിരിക്കുന്നത് 68 ലക്ഷം രൂപയും 4 ബെഡ്റൂമിന്റെ എല്ലാ വില്ലകൾക്കും പ്രൈസ് ഇട്ടിരിക്കുന്നത് 76 ലക്ഷം രൂപയുമാണ്. അപ്പോൾ 3 BHK ആണെങ്കിൽ 68 ലാക്സും 4 BHK ആണെങ്കിൽ 76 ലാക്സും ആണ് പ്രൈസ് വരുന്നത്. ഈ പറയുന്ന പ്രൈസ് എമൗണ്ട് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വില്ലകൾ വാങ്ങിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്ത മനോഹരമായ വില്ലകളുടെ വീടിന്റെ ലാൻഡിന്റെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.